ഹലോ ഗായ്സ്, എന്നാൽ പിന്നെ മോളൊപ്പം ഉള്ളൊരിത് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അങ്ങനെ രാവിലെ എണീച്ച് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് സുഖനിദ്രയിൽ കിടക്കുന്ന കുട്ടിയെ തൂക്കി തോളിലിട്ടും കൊണ്ട് താഴെ ഇറങ്ങി വന്ന് താഴെ കിടത്തിയതിന് ശേഷം, ഒറ്റയ്ക്ക് റൂമിൽ കിടത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് എടുത്തു കൊണ്ടുവന്ന് താഴെ കിടത്തി ഉറക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചും കൊണ്ട് നേരെ അടുക്കളയിൽ കയറി അടുക്കളപ്പണികളൊക്കെ തുടങ്ങും. അപ്പോൾ രാവിലെ കിച്ചണിൽ ചായ ഇട്ട് പിന്നെ ഗ്രീൻ പീസ് കറിയും പുട്ടും ഒക്കെ ആയിരുന്നു രാവിലെ കാപ്പിക്കുണ്ടായിരുന്നത്. അങ്ങനെ അതിനിടയ്ക്ക് തന്നെ അപ്പോഴപ്പോഴും അവൾ ഉറങ്ങുന്നുണ്ടോ ഉണർന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്ക് പോകും. അങ്ങനെ ദൈ കിടന്ന് തിളയ്ക്കുന്നതാണ് രാവിലത്തെ കറിയും കാപ്പിയും. പുട്ടും ഗ്രീൻ പീസ് കറിയും ആയിരുന്നു. അപ്പോൾ പുട്ട് അവിച്ച് തുടങ്ങി പകുതി എത്തുമ്പോൾ ഇതാ ഇവിടെ സൈറം മുഴങ്ങിയിരിക്കുന്നു. കരച്ചിലിൻ്റെ സൈറം ദാ നീണ്ടു കേൾക്കുന്നു. പിന്നെ അവളുടെ അടുത്ത് കിടന്ന് കരച്ചിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നൈസായിട്ടൊന്ന് ഉണർത്തിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അവളെയും തൂക്കിക്കൊണ്ടായിരുന്നു അംഗം വെട്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും അമ്മമാരെത്ര പോരാളിയാണെന്ന്. പിന്നെ അവളെയും തോളിൽ വെച്ചുകൊണ്ടായിരുന്നു എൻ്റെ ബാക്കി പണികളൊക്കെ. അങ്ങനെ കുറച്ചൊക്കെ ചെയ്തതിന് ശേഷം അവളെ ഒന്ന് പയ്യെ നൈസായിട്ട് അവിടെ ഇരുത്തി ഒന്ന് കളിപ്പിച്ചൊക്കെ അവളെ തറയിൽ ഒന്ന് ഇരുത്തി. രാവിലെ നല്ല മൂഡിലാണ് എണീക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ചിരിച്ചും കൊണ്ട് അടുത്ത് വന്നിരുന്നോളും. പക്ഷേ രാവിലെ നല്ല ബാഡ് മൂഡിലാണ് എണീക്കുന്നതെങ്കിൽ പിന്നെ എൻ്റെ തോള് വിട്ട് താഴെയൊന്നും ഇറങ്ങാറില്ല. അങ്ങനെ ഒരു ബാഡ് മൂഡിലാണ് അവളൊന്ന് എണീച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ തോളിലായിരുന്നു പകുതി സമയം അവളിരുന്നത്. പിന്നെയാണ് ഒന്ന് പയ്യെ അവിടെ ഇരുത്തിയത് ഞാൻ. അപ്പോഴത്തേക്കും ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, എന്നിട്ടും പിന്നെ ഞാൻ അവളെ അവിടെ ഇരുത്തിയപ്പോഴത്തേക്കും അങ്ങനെ ഇരുന്നതിന് ശേഷം എൻ്റെ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ് നേരെ അവളെ പല്ലൊക്കെ തേപ്പിച്ച് ഒരു ഫോണും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് പിന്നെ അവൾക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ പിന്നെ അവൾക്ക് ഫുഡ് കൊടുപ്പൊക്കെ കഴിഞ്ഞു. ഫുഡ് കൊടുപ്പാണല്ലോ ഏറ്റവും വലിയ ടാസ്ക്. ഒരു വിധത്തിൽ കഴിക്കില്ല, ഫോണും കണ്ട് 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 ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ഫോണ് മാറ്റി വെച്ചാൽ ഫോണുണ്ടെങ്കിലേ അവൾ വാ തുറക്കുള്ളൂ. ഇല്ല, ഫോൺ മാറ്റി വെച്ചാൽ അവൾ വായും തുറക്കില്ല, വായിലിരിക്കുന്നത് ഉപ്പയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കഴിച്ചതിന് ശേഷം നേരെ നനയ്ക്കാൻ വേണ്ടി പോയി. നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ വലിയ കല്ല് താഴെയുണ്ട്. അവിടെ പക്ഷേ തുണി വിരിക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തുണികൾ ടെറസിൽ വിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കല്ലെടുത്ത് വെച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു കല്ലെടുത്തിട്ട് അങ്ങനെ നനയ്ക്കുകയാണ് ചെയ്യണം. അപ്പോൾ എൻ്റെ നന കഴിഞ്ഞാൽ പിന്നെ അവളുടെ വക ഒരു ചവിട്ടി തിരുമ്മലൊക്കെ ഉണ്ട്, എങ്കിലേ നന ഫുള്ളാവുള്ളൂ. അങ്ങനെ നനപ്പും വിരിപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. അതായത് ടെറസിൽ നിന്നും ബാൽക്കണിയിൽ നിന്നൊക്കെ ഉള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയാണ്. അപ്പുറത്തെ സൈഡിൽ ഒരു വലിയ മലയൊക്കെ ഉണ്ട്, ഇങ്ങനെ നിരന്നിരിക്കുന്ന മലയും. അതിൽ ചില സമയം ഞാൻ അത് വേണമെങ്കിൽ ഒരു പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇടാം. ചില സമയത്ത് നല്ല മേഘങ്ങളൊക്കെ കൊണ്ട് മറഞ്ഞ് അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെന്നേ മനസ്സിലാവില്ല. ചില സമയം നല്ല ഭംഗിയായിട്ട് അതിലോരോ മൺതരികൾ വരെ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികളൊക്കെ മടക്കി ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. ആ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവളിതോ വലിഞ്ഞു കയറി മേശയുടെ പുറത്തിരുന്നു. അതിൻ്റെ പുറത്തുനിന്ന് ഓരോ സാധനങ്ങൾ തള്ളി തറയിലിടുന്നു. അത് കഴിഞ്ഞിട്ട് അനക്കമില്ലാതെ കണ്ടപ്പോൾ എന്തോ വേറെ എവിടെയോ ചെന്നിരുന്നു ഓരോന്നും കുത്തിപ്പറക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് സ്വന്തമായിട്ട് ഇറങ്ങി താഴെ പോകുന്നു. എല്ലാവരും പറയുന്നത് സത്യമാണ്, കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ സമയം പോണതേ അറിയില്ല. ഏത് വഴിക്കൊക്കെ പോകുമെന്തോ, ഏത് വഴിയൊക്കെ പണി കിട്ടുമെന്നും അറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ താഴെ വീണ്ടും കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. കുക്കിങ്ങിന് ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത് ഞണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞണ്ട് തോരനാണ് വെച്ചത്. അങ്ങനെ ഞണ്ട് തോരന് വേണ്ടി ആഞ്ഞ് തേങ്ങ തിരുകിക്കൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും സൈറൻ മുഴങ്ങിയത്. അവൾക്ക് മിച്ചർ വേണമെന്ന്. അങ്ങനെ മിച്ചറും കൊടുത്ത് ടി വിയിൽ ഏതെങ്കിലും ഒരു പാട്ടും ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് വേറെ ഡിസ്റ്റർബ് ഒന്നും കാണില്ല. അതും കഴിച്ച് പാട്ടും കണ്ടുകൊണ്ടിരുന്നോളൂ. അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഒരു ജ്യൂസ് അടിച്ച് പഴവും പാലും പീനട്ട് ബട്ടറും ഒക്കെ കൂടെ ഇട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ചിട്ട് ഞാൻ അവൾക്ക് വേണ്ടി കൊടുത്തപ്പോഴത്തേക്ക് അവൾക്ക് വേണ്ടെന്ന്. അപ്പം ഞാൻ എന്തോന്നു ഇത് 18ാമത്തെ അടവിൽ ജ്യൂസ് ഒരു മാംഗോ ജ്യൂസ് ഇരുന്നതിനെ പൊട്ടിച്ച് അതിലൊഴിച്ചിട്ട് അതിനകത്തൊരു ഓട്ട ഇട്ടിട്ട് ഈ അടിച്ച് ചാർജ് അതിനകത്തോട്ട് ഒഴിച്ച് ഞാൻ അവൾക്ക് കൊടുത്തു. പക്ഷേ എൻ്റെ 18ാമത്തെ അടവ് ചീറ്റിപ്പോയി എന്ന് പറയുന്നത് പോലെ അവൾക്ക് കുടിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായത്. എല്ലാവർക്കും അറിയാം മനസ്സിലാവുമെന്ന്. എന്നാലും ഒന്ന് നടക്കുമോ അറിയാൻ വേണ്ടി ഞാൻ ചെയ്ത് നോക്കിയത്. എന്നാൽ അവൾ കുടിച്ചില്ല. പിന്നെ ഞാൻ ആ ഒഴിച്ചു വെച്ച ഗ്ലാസ്സിൽ ഫ്രൂട്ടി കൊടുത്തപ്പോൾ അവൾ നല്ല മടമടാ കുടിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് വേണമെങ്കിൽ പോടി എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി ഇരുന്നതിനെ ഞാനും എടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞതിന് അപ്പോഴത്തേക്ക് ഇവിടെ ഞണ്ടൊക്കെ അമ്മ ക്ലീൻ ചെയ്ത് ഉണ്ടായിരുന്നു. എനിക്കും അറിയാം, എന്നാലും അപ്പോഴത്തേക്ക് ആ സമയത്ത് ഞാൻ നൊത്തോലിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും അലാറമായിട്ട് വന്നിട്ടുണ്ട്. സൈറം മുഴങ്ങിയിട്ടുണ്ട്. സൈറം മുഴങ്ങിയും കണ്ട് ഞാൻ പോയപ്പോഴത്തേക്കും അടുത്ത പണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പണികൾ വരുന്ന വഴി ഏതാണെന്നേ അറിയാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയി അതിനെയൊക്കെ നുള്ളിപ്പറക്കി അതിനെയൊക്കെ തൂത്തുവാരി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു.
അപ്പോഴെന്നെ മണി 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തൂത്ത് വാരിയപ്പോഴാണ് മനസ്സിലായത് കൊടുത്ത മിച്ചറൊന്നും അവളുടെ വയറ്റിലോട്ട് ഭാഗ്യത്തിന് പോയിട്ടില്ല. എല്ലാം തറയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. പിന്നെ ദാ എൻ്റെ നൊത്തോലി കറി അടുപ്പിൽ കയറി, അവിയൽ റെഡിയായി, ഞണ്ട് തോരനും സെറ്റായി. അതിനുശേഷം അതാ അപ്പൂപ്പൻ അവൾക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷമാണ് മുഖത്താണ് കണ്ടത്. ഐസ്ക്രീമും കിൻഡർ ജോയും മാഗിയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ദാ അവളെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ പിന്നെ എണ്ണയൊക്കെ തേച്ച് നീരാട്ടിന് വേണ്ടി ഇതാ കച്ചയൊക്കെ കെട്ടി ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് മരം കയറാൻ വേണ്ടി പോയി. അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഡ്രസ്സ് ഇട്ടതിന് ശേഷം വീണ്ടും മരം കയറാൻ വേണ്ടി പോയി. 24 മണിക്കൂർ ഇങ്ങനെ മരം കയറണം. പിന്നെ ഇടയ്ക്ക് താഴെ വന്നപ്പോഴത്തേക്കും എന്തോ ഒരു അനക്കമില്ലാന്ന് നോക്കിയപ്പോൾ ചെവരനെ തോണ്ടി തിന്നുകൊണ്ടിരിക്കണം. തിന്നില്ല, ചെവരനെ തോണ്ടിയിരിക്കുന്നു. അനക്കമില്ലാതാകുമ്പോഴേ എന്തെങ്കിലും കുണ്ടണി കാണിക്കുകയാണെന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ അവൾക്കുള്ള ചോറ്, മുട്ട, അവിയലിൻ്റെ കഷ്ണങ്ങൾ, മീൻ എല്ലാം കൂടെ വെച്ച് അവൾക്ക് ചോറ് കൊടുത്തു. ചോറ് കൊടുക്കണ സമയമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഉറക്കം ഉറങ്ങി എണീച്ചാൽ അവൾ ഒരു വായും വെച്ച് ഇങ്ങനെയിരിക്കും. ഫോൺ പിടിച്ച് വാങ്ങിച്ചാൽ മാത്രം ചവയ്ക്കും, ഇല്ലെങ്കിൽ അതുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം യുദ്ധമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ചോറ്, അവിയൽ, നൊത്തോലി മീൻ, ഞണ്ട് തോരൻ, അങ്ങനെ ലാവിഷായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവളെ ഉറക്കാൻ വേണ്ടി അവളെ തോളിൽ കിടത്തി ആട്ടി അവളതാ ഒരു വല്ല വിധേന ഉറക്കിയൊക്കെ കിടത്തിയതിന് ശേഷം ആ ഫ്രീ ടൈമിൽ ഞാൻ ചിലപ്പോൾ വല്ല ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുകയോ, അപ്പോഴത്തേക്കായിരുന്നു അടുത്ത വീട്ടിലെ ചേച്ചിയും ചേട്ടനും പറഞ്ഞ് മിഷ്യൻ മേളിൽ കയറ്റി വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ മിഷ്യനൊക്കെ എടുത്തതിന് ശേഷം കുഞ്ഞാടിനെ ഉണർത്തിയെടുത്തു. മിഷ്യൻ വെച്ചത് കുട്ടി കണ്ടിട്ടില്ല. കുട്ടി നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി മിഷ്യൻ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചത് എന്തോന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഉഗാണ്ടയെന്ന്. ഞാനിതെന്താ മക്കളെന്ന് ചോദിച്ചപ്പോൾ ഉഗാണ്ട എന്നാണ് അതിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം പിന്നെ താഴെ വന്ന് ക്ലീനിങ്, ചായ ഇടുക, പിന്നെ അവൾക്ക് കുറച്ച് ഓട്സൊക്കെ കാച്ചി അതൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് പുറത്തോട്ട് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയായി പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വിളക്ക് കത്തിച്ച് അതിന് ശേഷം ചായ കുടിച്ചു. ചായയും കേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സമൂസ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കേക്ക് കഴിക്കാതെ നേരെ സമൂസയിലോട്ട് ചാടി. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം നൈറ്റത്തെ പിന്നെ കിച്ചൺ ഡ്യൂട്ടി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചൺ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് തന്നെ അലാറം മുറയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ കറിയും കൂടെ ആയിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുത്തു. അതിന് ശേഷം ഞാനും കഴിച്ചതിന് ശേഷം ഞങ്ങൾ കിച്ചണൊക്കെ ഒതുക്കിയതിന് ശേഷം റൂമിൽ വന്ന് വീണ്ടും അവൾക്ക് പാട്ടിട്ട് കൊടുത്തതിന് ശേഷം അവൾ ഡാൻസ് കളിക്കുന്ന സമയം കൊണ്ട് എനിക്ക് ഞാൻ ഹെയറൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കെട്ടിയൊക്കെ വെക്കും. എന്നിട്ട് ഞാൻ കട്ടിലിരുന്നതേ അറിഞ്ഞുള്ളൂ എൻ്റെ തല വഴി വന്ന് പിടിച്ച് സ്നേഹപ്രകടനം എന്നെ കട്ടിലൊക്കെ തള്ളിയിട്ട്. അതിനുശേഷം പിന്നെ ബ്രഷിങ്, പുറം കഴിവലും എല്ലാം കഴിഞ്ഞ് കിടന്നെങ്കിലും എന്നെ ഉറക്കിയതിന് ശേഷം മാത്രമേ അവൾ ഉറങ്ങാറുള്ളൂ. അതുവരെ എൻ്റെ തലയിൽ കയറി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.